ഓണക്കാലത്ത് സുരക്ഷിതമായ ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടവരുടെ ആഹ്ലാദത്തിന് അതിരുകളില്ല. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം പൂർത്തിയായ വീടുകളിൽ ഈ ഓണക്കാലത്ത് താമസം ആരംഭിച്ചവർക്കരികിൽ നിന്നും തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കാണാം. ഈ ഓണക്കാലത്ത് ഒരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ട നിരവധി കുടുംബങ്ങൾ ഇടുക്കിയിലുണ്ട്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം വീട് ലഭിച്ച നൂറുകണക്കിന് കുടുംബങ്ങളാണ് ജില്ലയിലുള്ളത്. ഐശ്വര്യ സമൃദ്ധിയുടെ കാലമായി ഓണക്കാലത്ത് തന്നെ പുതിയ വീട്ടിൽ താമസം ആരംഭിച്ചവർ ആഹ്ലാദത്തിലാണ്. ഇവരുടെ 2 പതിറ്റാണ്ടിലേറെ കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായത്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ മാത്രം 104 വീടുകളാണ് PMAY പദ്ധതിക്ക് കീഴിൽ നിർമ്മാണം പുരോഗമിക്കുന്നത്. 6 ഗ്രാമപഞ്ചായത്തുകളാണുള്ളത്. ഈ 6 ഗ്രാമപഞ്ചായത്തുകളിൽ നിർധനായിട്ടുള്ള സ്വന്തമായി വീടില്ലാതെ വളരെയധികം കഷ്ടപ്പെട്ട് ജീവിച്ചുകൊണ്ടിരുന്ന 104 ഗുണഭോക്താക്കൾക്ക് PMAY പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം നമ്മൾ ഭവന നിർമ്മാണത്തിന് തുക അനുവദിക്കുകയും അതിൽ ഒരു 10% ആളുകളോളം വീടിൻ്റെ പണി പൂർത്തിയായി വരികയും ചെയ്തിട്ടുണ്ട്. അത് വളരെയധികം കാര്യക്ഷമമായ ഒരു പ്രവർത്തനമാണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഇടുക്കി വാഴത്തോപ്പ് പഞ്ചായത്തിലെ 9ാം വാർഡായ താന്നിക്കണ്ടത്ത് ഷൈബി മാത്യു പടിഞ്ഞാറേക്കരയിൽ, റോസി മാത്യു ആയത്തുപാടത്ത് എന്നിവർ വീട് നിർമ്മാണം പൂർത്തിയാക്കി പുതിയ വീട്ടിൽ താമസം ആരംഭിച്ചു. ഇരുവരും 20 വർഷക്കാലം ചോർന്നൊലിക്കുന്ന ഷെഡിൽ കഴിഞ്ഞവരാണ്. എൻ്റെ പേര് ഷൈബി മാത്യു, ഇതിന് ഭർത്താവ് മാത്യു ജോർജ്. ഞങ്ങൾ 10-20 വർഷക്കാലമായിട്ട് വാസയോഗ്യമല്ലാത്ത ഒരു വീട്ടിൽ താമസിക്കുകയായിരുന്നു. മഴക്കാലത്തൊക്കെ ഒരുപാട് കഷ്ടത അനുഭവിച്ചു. ഞങ്ങളൊരു വീടിന് വേണ്ടിയിട്ട് കാത്തിരിപ്പിൽ ഒടുവിൽ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം ഞങ്ങൾക്കൊരു വീട് ലഭിച്ചു. ഈ ഓണക്കാലത്ത് ഞങ്ങൾ ആ വീട്ടിൽ കയറി താമസം ആരംഭിച്ചു. ഒത്തിരി വർഷങ്ങളായി, 10-20 വർഷത്തോളമായി ഞങ്ങൾ ഈ ഒരു വീടിന് വേണ്ടി കാത്തിരിക്കുന്നത്. അങ്ങനെയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം ഞങ്ങൾക്ക് ഒരു വീട് ലഭിച്ചു. ഈ ഓണക്കാലത്ത് ഞങ്ങൾക്കതിൽ കയറി താമസിക്കുവാനും സാധിച്ചു. റോസി മാത്യുവിന് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന വഴി സൗജന്യ പാചകവാതക കണക്ഷനും ലഭിച്ചു. ഗ്രാമീണ മേഖലയിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സുരക്ഷിതവും സുസ്ഥിരവുമായ പാർപ്പിടം ഉറപ്പാക്കുക എന്നതാണ് PMAY പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഭവനരഹിതർക്കും ജീർണാവസ്ഥയിലുള്ള വീടുകളിൽ താമസിക്കുന്നവർക്കും അടിസ്ഥാന സൗകര്യങ്ങളോട് കൂടിയ വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം ഈ ഓണക്കാലത്ത് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞവരുടെ ആഹ്ലാദം ചെറുതല്ല. ആന്റണി മുനിയറ, ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.